ഒരു അക്രമത്തിന്റെ വാർത്തയിലേക്കാണ്. കണ്ണൂർ പെരിങ്ങത്തൂരിൽ ഓടുന്ന ബസ്സിൽ കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം. തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥിനിക്ക് പാസ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കണ്ണൂർ പെരിങ്ങത്തൂരിലാണ് കണ്ടക്ടർക്ക് ക്രൂരമായ മർദ്ദനം ബസ്സിൽ വെച്ച് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ബസ്സിലെ ദൃശ്യങ്ങളാണ്. തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിന് മർദ്ദനമേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വിവരങ്ങളുമായി കണ്ണൂർ ഫെലിക്സ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഫെലിക്സ്, വിദ്യാർത്ഥിനിക്ക് പാസ് നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഈ മർദ്ദിക്കുന്നതാരാണ്? വിദ്യാർത്ഥിനിയുടെ കുടുംബാംഗങ്ങളാണോ? ഈ സംഭവം എപ്പോഴാണ് നടന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇയാൾക്ക് കാര്യമായ പരിക്കുണ്ടോ? രതീഷ, ഈ മർദ്ദിക്കുന്നത് ഈ വിദ്യാർത്ഥിനിയുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ്. ഇത് കണ്ണൂർ പെരിങ്ങത്തൂരിൽ ഇന്നലെയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഇത് തലശ്ശേരിയിൽ നിന്നും തൊട്ടിൽപ്പാലത്തേക്ക് പോകുന്ന ബസ്സാണ്. ആ ബസ്സിൽ യാത്ര ചെയ്ത വിദ്യാർത്ഥിനിക്ക് പാസ് നൽകിയില്ല, പകരം മുഴുവൻ തുകയും ടിക്കറ്റിൻ്റെ മുഴുവൻ തുകയും ഈടാക്കിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ബസ് പെരിങ്ങത്തൂരിലെത്തിയ സമയത്ത് ഈ ബസ്സിൽ കയറിയ ഈ വിദ്യാർത്ഥിയുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് അതിക്രൂരമായി ഈ ഡ്രൈവറെ മർദ്ദിച്ചത്. ഈ ബസ്സിലെ ജഗന്നാഥ് ബസ്സിലെ വിഷ്ണുവിനാണ് പരിക്കേറ്റത്. അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. പിന്നീട് തലശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഇത് സംബന്ധിച്ച് ചൊക്ലി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേസെടുക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ സംഭവം ഈ യാത്രക്കാരുടെ മുൻപിൽ വെച്ചാണ് ഈ വിഷ്ണു എന്ന കണ്ടക്ടർക്ക് അതിക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അതിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് ബസ് നിർത്തുകയാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം. അതിനുശേഷം പിന്നിലേക്ക് കൊണ്ടുപോയി വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. പിന്നീട് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടു പുറത്ത് കൊണ്ടുപോയി മർദ്ദിച്ചോ? രതീഷ്, അതിക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. അതായത് ഈ ബസ്സിനുള്ളിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ മർദ്ദനം ഈ അനുഭവിച്ചത് ഈ യുവാവ്. മാത്രമല്ല, ഈ മർദ്ദിച്ചവരിൽ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അതായത് ആ ഭാഗത്ത് ചൊക്ലി പെരിങ്ങത്തൂർ ഭാഗത്ത് ഈ സ്വർണം പൊട്ടിക്കൽ അംഗങ്ങൾ ടീമുകളുമായി ബന്ധമുള്ള ആളുകളാണ് ഈ മർദ്ദനം നടത്തിയതെന്ന ആരോപണം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. പോലീസ് ഈ കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. അതായത് ക്രിമിനൽ സംഘമാണ് ഇവർ എന്ന ആരോപണമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ സംബന്ധിച്ച് ഈ CCTV ദൃശ്യങ്ങളിൽ ആരൊക്കെയെന്ന് വ്യക്തമാണ്. അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ഏതായാലും പോലീസ് നടത്തുന്നുണ്ട്. സ്ഥിരം ക്രിമിനൽസാണ് ഇവർ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട അതിൽ ആ അംഗങ്ങളിൽ ഒരാളായ വ്യക്തി കൂടി ഇതിലുണ്ട് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവത്തോടെ അന്വേഷണം വേണം എന്നൊരു ആവശ്യം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ഗുരുതരമായി പരിക്കേറ്റ അല്ലെങ്കിൽ ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ വിഷ്ണുവിനെ തലശ്ശേരിയിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്.